ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മളുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നയന ആ ഒരു മഴയത്ത് തന്നെ ഇങ്ങനെ നിൽക്കുക. ആരും നയനയെ ഒന്ന് കയറ്റി കൊണ്ടുവരാനൊന്നും തയ്യാറാകുന്നില്ല. ആദർശാണെങ്കിൽ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നുള്ളതല്ലാതെ ഒരു മനസാക്ഷിയും തോന്നുന്നില്ല. ദേവയാനിക്ക് ഇത്രയ്ക്ക് ക്രൂരത ചെയ്തിട്ടും അതിൻ്റെ പേരിൽ ഒരു തൊള്ളി മനസാക്ഷി പോലും അവർക്കും തോന്നുന്നില്ല. അങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ മുത്തശ്ശനോട് ചെന്ന് സംസാരിച്ച മുത്തശ്ശിയും അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം സംസാരിക്കുന്നു. അത് കഴിഞ്ഞാണ് നമ്മുടെ അനി ചെന്ന് ഏട്ടത്തിയെ വിളിക്കാനായിട്ട് ചെല്ലുന്നത്. ഏട്ടത്തി ഇങ്ങനെ ഈ മഴയത്ത് നിൽക്കരുതെന്നും പറഞ്ഞു. ഏട്ടത്തിയുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും ഏട്ടത്തി അകത്തേക്ക് കൊണ്ടുവന്നേ കഴിയുമെന്നുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ അനി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അനി ചെന്ന് നയനയുടെ കയ്യെ കാലെ പിടിച്ചു അകത്തേക്ക് വരാൻ പറഞ്ഞു. പക്ഷെ നയനെ അതിന് തയ്യാറായില്ല. താൻ വരില്ല എന്ന് തീരുമാനിച്ചുറപ്പിച്ച് അങ്ങനെ തന്നെ അവിടെ നിൽക്കുന്നു. എന്നിട്ട് അനിയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. കയറി വന്ന അനി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു വല്ലാത്തൊരു വിഷമവും ടെൻഷനും ഒക്കെ കയറി കുറേ വഴികൾ ആലോചിക്കുക. അപ്പോഴാണ് ഏട്ടത്തിയുടെ വീട്ടുകാരുടെ കാര്യം ഓർമ്മ വന്നത്. വേഗം തന്നെ ഫോൺ എടുത്ത് നമ്മുടെ കനകത്തിനെ വിളിച്ചിട്ട് അത്യാവശ്യമായിട്ട് അനന്തപുരി വരെ വരണമെന്നും ഏട്ടത്തിയെ ഇന്നത്തെ ദിവസം മഴക്കൊണ്ടായതിൻ്റെ പേരിൽ പുറത്താക്കിയെന്നും മഴയത്ത് നിൽക്കുകയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അത് കേട്ടപ്പോഴത്തേക്കും കനകം ഭയങ്കരമായിട്ട് ഇങ്ങനെ എന്ത് പറ്റി മോനെ, എൻ്റെ മോൾ എന്താ ചെയ്തതെന്നൊക്കെ ചോദിച്ച് ഭയങ്കര സങ്കടപ്പെടുന്നു. അപ്പോൾ സങ്കടപ്പെടാൻ ഉള്ള സമയമല്ല, വേഗം വരണമെന്നും പറഞ്ഞുകൊണ്ട് അനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. കാരണം എനിക്കൊരു പരിധിയിൽ കൂടുതൽ അവിടെ നിന്ന് ഫോൺ വിളിക്കാനുള്ള സാഹചര്യം ഇല്ല. അതുകൊണ്ട് അങ്ങനെ അനി വിളിച്ചനുസരിച്ച് ആ ഫോണും പിടിച്ചിങ്ങനെ ആകെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ കനകത്തിൻ്റെ അടുത്തേക്ക് ഗോവിന്ദേട്ടൻ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. ആരാ വിളിച്ചത്? അപ്പോൾ എന്നെ അനിയാണ് വിളിച്ചത്. നമുക്ക് പെട്ടെന്ന് തന്നെ അനന്തപുരിക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ മഴയത്ത് എന്തിനാ അനന്തപുരിക്ക് പോകുന്നതെന്ന് ചോദിച്ചു. അന്നേരം അവിടെ എന്തോ പ്രശ്നമുണ്ട് ഗോവിന്ദേട്ട, നയനമോൾ മഴയത്ത് നിൽക്കുക. നയനമോൾ ഇന്ന് ഇവിടെ വന്നതിൻ്റെ പേരിൽ മറ്റെന്തോ പ്രശ്നം ഉണ്ടായി. അതിൻ്റെ പേരിൽ അവർ മോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും മോളെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്, നീ എന്തൊക്കെയാണ് കനക ഈ പറയുന്നതെന്ന് ചോദിച്ചു ഗോവിന്ദേട്ടൻ. അത് ഗോവിന്ദേട്ട, നമ്മുടെ മോൾ അവിടെ മഴയത്ത് നിൽക്കുക ഗോവിന്ദേട്ട, നമുക്ക് പോകാം ഗോവിന്ദേട്ട എന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ രണ്ടുപേരും കൂടെ പോവാം. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുന്ന സമയത്ത് അവർ ചെന്ന് അനന്തപുരിയുടെ മുറ്റത്ത് ഇറങ്ങിയ നേരത്ത് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ ചങ്കു പൊട്ടിപ്പോകുന്ന കാഴ്ചയായിരുന്നു. കാരണം നമ്മുടെ നയന അവിടെ മഴയത്ത് നനഞ്ഞു കുളിച്ച് ആ ഇടിവെട്ട് മഴയത്ത് നിൽക്കുന്നു. ഇത് കണ്ടപ്പോഴേക്കും എൻ്റെ പൊന്നുമോളേന്ന് വിളിച്ച് ഓടി കനകം അങ്ങോട്ടേക്ക് ചെന്നു. എന്നിട്ട് നയനെ അങ്ങനെ കെട്ടിപ്പിടിച്ച് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദേട്ടനും ആകെ തകർന്നു പോയിട്ടോ. ഇതെന്താ മോളെ, ഇത് എന്താടി ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇവരെ കണ്ടതും അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഒരു ഒറ്റ കരച്ചിലായിരുന്നു നയന. അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ ഇങ്ങോട്ട് വന്നതുകൊണ്ടല്ലേ ഈ കാഴ്ച കാണാൻ പറ്റിയതെന്ന് കനകവും പറയാം. നീ ഇതിന് മാത്രം എന്ത് തെറ്റാ ചെയ്ത്, എന്താ മോളേന്ന് ചോദിച്ചു. അതുപോലെ തന്നെ ഗോവിന്ദേട്ടനും ചോദിച്ചു. ആ സമയത്ത് നയന ഇവിടെ നടന്ന കാര്യങ്ങൾ, വീട്ടിൽ വന്നതിനെ പറ്റിയും വീട്ടിൽ വന്ന പ്രതിമ ഉണ്ടാക്കി ഇങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ സംഭവിച്ച കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ആ ഒരു കാര്യത്തിനാണോടി മോളെ ഇത്രയും വലിയൊരു ശിക്ഷ നിനക്ക് അവർ തന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കനകം വന്നേരം. ഇനി നിങ്ങളിവിടെ നിൽക്കേണ്ട, നിങ്ങൾ പോയിക്കോ, ഇതെനിക്ക് കിട്ടിയ ശിക്ഷയാണെന്നും ഇത് ഞാൻ ഇവിടെ നിന്ന് തന്നെ അനുഭവിച്ച് തീരുമെന്നും അമ്മയും അച്ഛനും ഇതിൽ ഇടപെടേണ്ട, പൊയ്ക്കോളാനായിട്ട് പറഞ്ഞു. എൻ്റെ മോളുടെ കാര്യത്തിൽ ഞങ്ങളല്ലാതെ മറ്റാരാടി ഇടപെടേണ്ടതെന്നും ചോദിച്ചുകൊണ്ട് കനകം അവിടെ കിടന്ന് ഒച്ചയെടുക്കുക. അപ്പോൾ കനകമൊക്കെ വന്നതും ഈ മകളുടെ മുന്നിൽ നിൽക്കുന്നതും എല്ലാം ഈ വണ്ടിയുടെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന സാധനങ്ങളെല്ലാം കാണുന്നുണ്ട്. എല്ലാവരും ഹോളിൽ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ കനകം ശരിക്കും ഒച്ചയെടുത്ത് ഇന്ന് വരെ കാണാത്ത കനകത്തിൻ്റെ സ്വരൂപം അവിടെ നമ്മുടെ കനകം പുറത്തെടുക്കുന്നു. കാരണം സ്വന്തം മകളോട് ഇത്രയും ക്രൂരത കാണിച്ചവരുടെ മുന്നിൽ ചിരിച്ച് കാണിച്ചതായാലും കയറി ചെല്ലാൻ പറ്റത്തില്ലല്ലോ. ആ അമ്മയെന്ന് പറയുന്ന പവർ നമ്മുടെ കനകം അവിടെ കാണിക്കാം. ആ കനകം സ്വന്തം മകളുടെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി ചെന്നപ്പോൾ എല്ലാ എണ്ണങ്ങളും കൂടെ വന്ന് വരിയായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. കയറി ചെന്ന് കഴിഞ്ഞപ്പം ഇതെന്താന്ന് ചോദിച്ചു. എൻ്റെ മോളോട് ഇത്രയും വലിയ ക്രൂരത കാണിക്കാൻ ഇവൾ ഇതിന് മാത്രം എന്ത് മഹാപാപോ ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ കനകം അങ്ങ് ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവർക്ക് മുത്തശ്ശിക്കും ആകെ വിഷമമായി. മുത്തശ്ശിക്കും അങ്ങനെ അവർ സമാധാനിപ്പിക്കാൻ പോലും കഴിയാതെ തല കുമ്പിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ നമ്മുടെ നയനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ കനകം അങ്ങോട്ടേക്ക് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി, ഇവിടെ എന്ത് സംഭവിച്ചു, ഇവിടെ എന്ത് നടന്നു, എന്തറിഞ്ഞിട്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് നിന്ന് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ മോള്, നിങ്ങളുടെ മോള് എന്തൊക്കെയാണ് ചെയ്തതെന്ന് അറിയാവുമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ മോള് എന്തും ചെയ്തോട്ടെ, എത്ര വലിയ തെറ്റും ചെയ്തോട്ടെ, എന്താ എൻ്റെ മോള് നിങ്ങളുടെ സ്വത്ത് മുഴുവൻ സ്വന്തം പേരിൽ എഴുതി വാങ്ങിയോ, അല്ലെങ്കിൽ ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൊല്ലാൻ വല്ലത് ശ്രമവും നടത്തിയോ, എന്താ എൻ്റെ മോള് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾ എൻ്റെ മോളോട് ഇതുപോലെയൊക്കെ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, പക്ഷേ ഇത്രയും വലിയൊരു ശിക്ഷ എൻ്റെ മകൾക്ക് കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ,
ഈ കൊടിയ മഴയത്ത്, ഈ കൊടും ഇടിയും മഴയും നടക്കുന്ന സമയത്ത് എൻ്റെ മോളെ ഇതുപോലെ എന്താ പറയുന്നു, ഒരു പാഴ് വസ്തുവെ പോലെ പുറത്തേക്ക് വലിച്ചെറിയാൻ മാത്രം എന്ത് തെറ്റ് എൻ്റെ മോള് ചെയ്തതെന്ന് ചോദിച്ചു. എന്നിട്ട് മുത്തശ്ശനോട് ചോദിച്ചു, എല്ലാത്തിനും നന്മയും നേരും നെറിവും കൊണ്ട് നടക്കുന്ന അദ്ദേഹം നിങ്ങൾ പോലും ഇതുപോലൊരു ക്രൂരത എൻ്റെ മോളോട് ചെയ്യാൻ മാത്രം എന്ത് തെറ്റ് എൻ്റെ മോള് ചെയ്തതെന്ന്. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, ഞാൻ പറയുന്ന വാക്കുകളൊക്കെ കേൾക്കുന്നവരുണ്ടായിരുന്നു നേരത്തെ, പക്ഷേ ഇപ്പം ഈ കിഴവന് ഈ വീട്ടിൽ യാതൊരു സ്ഥാനവും ഇല്ലെന്നും താൻ പറയുന്ന വാക്കുകളൊന്നും കേൾക്കാനായിട്ട് ആർക്കും മനസ്സില്ലെന്നും ആരും അത് അനുസരിക്കില്ലെന്നും അങ്ങനെയുള്ളപ്പോൾ മിണ്ടാതിരിക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പം ന്യായത്തിൻ്റെ നേരെ കണ്ണടയ്ക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെ പറയാൻ തോന്നുന്നു എന്നൊക്കെ നമ്മുടെ കനകം ഇങ്ങനെ ചോദിക്കുക. കനകം വന്നിട്ട് ശരിക്കും ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നവ്യ അങ്ങോട്ടേക്ക് വന്നു. നവ്യ വന്നിട്ട്, അമ്മ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നതെന്ന് ചോദിച്ചു. ഇവിടെ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചതെന്ന് അറിയാവോ? അതുപോലെ ആദർശിനും അമ്മയോട് എന്തൊക്കെയാണ് പറഞ്ഞതെന്നറിയാവോ? വല്യമ്മയുടെ മുഖത്ത് നോക്കി ഇവൾ എതിർത്ത് സംസാരിച്ചു. അതവള് ചെയ്തത് തെറ്റല്ലേ? ഇവള് കാരണം ഇപ്പം എൻ്റെ ജീവിതവും കൂടി തകരുന്ന അവസ്ഥയിലല്ലേ, എനിക്ക് ഈ വീട്ടിലുള്ള ഒരു ജീവിതവും കൂടി ഇല്ലാണ്ടാവുന്ന അവസ്ഥയല്ലെന്ന് ചോദിച്ചപ്പോൾ, മിണ്ടിപ്പോകരുത്, നീ മിണ്ടിയാൽ നിന്നെ കൊന്നു കളയൂന്ന് പറഞ്ഞു. നിനക്ക് നാണം ഉണ്ടോടി ഇങ്ങനെ സംസാരിക്കാൻ? നീ ഇപ്പം ഈ വീട്ടിൽ നിന്റെ ജീവിതത്തെ പറ്റി പറയുന്നു. ഈ നിൽക്കുന്നത് നിന്റെ സ്വന്തം കൂടപ്പറപ്പായ അനുജത്തിയാടി. അവൾക്ക് വേണ്ടി ഒരു വാക്ക് സംസാരിക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞോന്ന് ചോദിച്ചു. നീ നിന്റെ ജീവിതത്തിന് മഹിമ പറയുന്നുണ്ടല്ലോ, നിനക്ക് ഈ ജീവിതം എങ്ങനെ കിട്ടിയതാ? ആര് കാരണമാടി നീ വീട്ടിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു. നിന്റെ ഭർത്താവെന്ന് പറയുന്നവൻ ചെയ്ത കള്ളക്കളികൾ പൊളിച്ച് നിന്നെ ഈ വീട്ടിലേക്ക് മരുമകളായി കൊണ്ടുവന്നത് ഈ നിൽക്കുന്നവളല്ലേടി. അവൾക്ക് വേണ്ടിയിട്ട് നീ എന്താടി ചെയ്തതെന്ന് ചോദിച്ചു. നീ അവളുടെ കാലു പിടിച്ച് കരയുക വേണ്ടതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ കനകം നയനെക്കുറിച്ച് ഇങ്ങനെ നവ്യയോട് പറയാം. പിന്നെ കാല് പിടിച്ചു. ഇവൾ ഒറ്റയൊരുത്തി ഈ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ കാരണം ഇതാണെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നവ്യ അവിടെ ഇട്ട് അടിച്ച് തകർത്തില്ലേ നമ്മുടെ കനകം. കൊടുത്തു ശരിക്കും എന്ന് പറഞ്ഞാൽ ശരിക്കും കൊടുത്തു. കുറേ എടുത്തിട്ട് അടിച്ച് തല്ലി ശരിയാക്കി കഴിഞ്ഞപ്പോൾ, നേരത്തെ ഞാൻ നാവ് കൊണ്ട് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞുള്ളൂ, ഇനിയും നിന്റെ നാവിൽ നിന്നൊരു അക്ഷരം വീണാൽ ഞാൻ നാവ് കൊണ്ട് പറഞ്ഞത് പ്രവർത്തിച്ചിട്ട് ഞാൻ ഈ വീടിൻ്റെ പടി ഇറങ്ങി പോകും, നിന്നെ ഞാൻ കൊന്നുകളയുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്നു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജയ്ക്ക് ഭയങ്കര സന്തോഷമായി. അവളെ ഒന്ന് കൊന്നു തരുവാണെങ്കിൽ അത്രയും സമാധാനമാണല്ലോ ജലജയ്ക്ക്. ജലജ അതൊക്കെ കേട്ട് ഇങ്ങനെ ആസ്വദിച്ച് അങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കനകം ശരിക്കും ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്കും ദേവയാനി കനകത്തിനോട് ഭയങ്കര ഇതായിട്ട് പറയുന്നു. ഈ സമയത്ത് എൻ്റെ മോളെ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല അങ്ങനെ ചെയ്തില്ല അതൊക്കെ നമ്മുടെ കനകം ചോദിക്കുന്നുണ്ട്. അതിനൊന്നും കമാന്നൊരക്ഷരം എടുത്ത് ഈ പറയുന്ന ആദർശം മിണ്ടുന്നില്ല. അപ്പോൾ കനകം ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ഗോവിന്ദേട്ടൻ നേരെ ഈ പറയുന്ന ആദർശിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട്, ആദർശ് മോനെ, നീ എന്തൊരു വലിയ തെറ്റാണ് ചെയ്തത്. ഇത്രയും വലിയൊരു ശിക്ഷ എൻ്റെ മകൾക്ക് കൊടുക്കാൻ മാത്രം അവൾ നിന്നോട് എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. ഈ വീട്ടിൽ മരുമകളായി വന്നതിന് ശേഷം ഈ കുടുംബത്തിന് വേണ്ടി നല്ലതല്ലാതെ എൻ്റെ മോൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഈ കുടുംബത്തിന് വേണ്ടി നല്ലത് ചെയ്ത നിങ്ങളുടെ മകള് ചെയ്ത കാര്യങ്ങളൊന്നും എന്നെക്കൊണ്ട് പറയിക്കണ്ട. എൻ്റെ അമ്മയോട് എതിർത്ത് സംസാരിച്ചു, അത് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല. പിന്നെ ന്യായമല്ലാത്ത ഒരു കാര്യത്തിനും എന്നെ കിട്ടില്ല. അതിപ്പോൾ അമ്മയല്ല ഭാര്യയല്ല ആരായിരുന്നാലും ന്യായത്തിൻ്റെ മുന്നിൽ മാത്രമേ ഞാൻ നിൽക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആരുടെയും ഒരിതിനും എന്നെ കിട്ടില്ലെന്ന് പറഞ്ഞു. ഇവൾ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണെന്നും ആ തെറ്റിനു മുന്നിൽ അത് തെറ്റല്ലെന്ന് പറയാൻ എന്നെക്കൊണ്ട് കഴിയില്ലെന്നൊക്കെ ആദർശ് പറയാം. അതിന് കൊടുത്ത ശിക്ഷയാണിത്, ആ ശിക്ഷ ഇവൾ അനുഭവിക്കുകയും വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് ഗോവിന്ദേട്ടനോട് പറയാം. അപ്പോഴത്തേക്കും ഗോവിന്ദേട്ടൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കേട്ടപ്പോൾ ജലജ, ഇത് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത പ്രശ്നമാണ്, അതിന് ഇടയ്ക്ക് കയറി നിങ്ങളെന്തിനാ സംസാരിക്കുന്നതെന്ന് ഗോവിന്ദേട്ടനോട് ജലജ ചോദിച്ചപ്പോൾ, നിങ്ങൾ എന്ത് വർത്തമാനം ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഈ നിൽക്കുന്നത് എൻ്റെ മകളാ, എൻ്റെ മകളുടെ കാര്യം ഞാനല്ലാതെ മറ്റാര് സംസാരിക്കുമെന്ന് ചോദിച്ചു. എൻ്റെ 3 മക്കളെ വളർത്തിയെടുക്കാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. എൻ്റെ മക്കളുടെ ജീവിതം നശിച്ചു പോകാതെ നോക്കേണ്ടതും ഞാനാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഗോവിന്ദേട്ടൻ അന്നേരം സംസാരിച്ചു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറഞ്ഞു, നമുക്കെല്ലാം സംസാരിച്ച് തീർക്കാം, നിങ്ങൾ വന്ന് ഇരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ മകൾ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പം ഞാൻ എങ്ങനെ വന്ന് ഇവിടെ ഇരിക്കും എന്ന് കനകം മുത്തശ്ശിയോട് ചോദിക്കുക. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഞങ്ങളെ തല്ലിക്കോളാൻ വരാൻ മുത്തശ്ശി ഇവരോട് പറഞ്ഞു. എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞങ്ങൾ നിങ്ങളെ തല്ലാനോ? അത്രയ്ക്ക് മര്യാദ കെട്ടവരല്ല ഞങ്ങൾ. കാശും പണമൊന്നും ഞങ്ങൾക്കില്ലായിരിക്കും. പിന്നെ നിങ്ങളുടെയൊക്കെ കണ്ണിൽ കള്ളനും കള്ളിയും ഒക്കെ ആയിരിക്കും. പക്ഷേ ന്യായവും അല്ലെങ്കിൽ അന്യായവും അത് കണ്ടാൽ ഞങ്ങൾ പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിക്കും എന്നും പറഞ്ഞുകൊണ്ട് കനകം അങ്ങനെ പറയുവാണ്. ഒരിക്കലും ഇതുപോലൊരു ദ്രോഹമൊന്നും ഞങ്ങൾ ആരോടും ചെയ്യില്ലെന്നും. അങ്ങനെ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ
മകളെ വിളിച്ചുകൊണ്ട് പോകാൻ തന്നെ ആദർശ് ഇവരോട് പറയുക, ഇനി മകളെ ഇവിടെ ആവശ്യമില്ലെന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ അവർക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, വാ, ഇനി ഇത്രയൊക്കെ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തിട്ടും നിന്നെ അംഗീകരിക്കാത്ത ഈ വീട്ടിൽ നീ എന്തിനാ മോളെ നിൽക്കുന്നത്, നീ വരാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നയന പറഞ്ഞു, അച്ഛനും അമ്മയും പോയിക്കോ, ഞാൻ വരില്ല, ഞാൻ വലിയ തെറ്റ് ചെയ്തു എന്ന് ഇപ്പോഴും ഇവരെല്ലാവരും പറയുന്നു. ഇത്രയും വലിയ തെറ്റ് ചെയ്തു എന്ന് ഇവരെല്ലാവരും പറയുമ്പോഴും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എൻ്റെ മനസാക്ഷിക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തി കൊടുക്കണം എനിക്ക് എന്ന് നമ്മുടെ നയന ഇങ്ങനെ പറഞ്ഞപ്പോൾ, മോളെ, നീ എന്തെല്ലാം ചെയ്തിട്ടും കാര്യമില്ല, നീ എത്രത്തോളം ഇവർക്ക് വേണ്ടി ജീവിച്ചാലും നിന്നെ ഇവരൊരിക്കലും മരുമകളായി അംഗീകരിക്കില്ല. അങ്ങനെയുള്ള ഈ കുടുംബത്തിൽ എന്തിനാ നീ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. പിന്നെ ഈ കുടുംബത്തിലെ പോലെ വലിയ വലിയ ജീവിതങ്ങളോ അല്ലെങ്കിൽ വലിയ വലിയ സൗകര്യങ്ങളോ ഒന്നും ഒരുക്കി തരാനായിട്ട് കഴിയില്ല. പക്ഷേ നമ്മുടെ കുടിലും നമുക്ക് കൊട്ടാരമാണ്. ആ കൊട്ടാരത്തിൽ സന്തോഷത്തോടെ ഈ അച്ഛനും അമ്മയ്ക്കും നിന്നെ നോക്കാനായിട്ട് കഴിയും. നിന്നെ ചുമ്മാ കറിവേപ്പില പോലെ ഇവിടെയുള്ളവർക്ക് വലിച്ചെറിയാൻ കഴിയുമായിരിക്കും, പക്ഷേ ഈ അച്ഛനും അമ്മയും ഒരിക്കലും അത് ചെയ്യില്ല. ഈ അച്ഛൻ്റെ കൊക്കിൽ ജീവനുള്ളിടത്തോളം കാലം എൻ്റെ മോളെ ഈ അച്ഛൻ നോക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ അച്ഛൻ ഇങ്ങനെ പറയും. ഇതൊക്കെ കേട്ടിട്ടും ആദർശ് കമാന്നൊരു അക്ഷരം ഉണ്ടെന്നില്ല. എന്നിട്ട് ഇതൊക്കെ കേട്ടപ്പോൾ അച്ഛാ എന്ന് വിളിച്ചുകൊണ്ട് അതിനൊരു ഒറ്റ കരച്ചില്ല. എൻ്റെ പൊന്നു മോള് വരാൻ പറഞ്ഞ് ഇവരങ്ങ് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നയനെ ഇങ്ങനെ ആദർശിനെ നോക്കുക. ആദർശ് മുഖത്തേക്ക് പോലും നോക്കുന്നില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് നമ്മുടെ അനിയൊക്കെ പറയുന്നുണ്ട്, ഏട്ടാ ഒന്ന് പറയേട്ടാ, കൊണ്ടുപോകരുതെന്ന് പറയേട്ടാ, ഏട്ടത്തി പോവല്ലേ ഏട്ടത്തി. അപ്പോഴേക്കും മുത്തശ്ശിയും പറയുന്നുണ്ട്, പോകരുത് മോളെ, എടാ ആദർശ് മോനെ കൊണ്ടുപോകരുതെന്ന് പറയാനൊക്കെ. അപ്പോഴേക്കും ദേവയാനി ഇടയ്ക്ക് കയറിയിട്ട് അമ്മയും അച്ഛനും എന്തിനാ ഇതിനകത്ത് ഇടപെടുന്നത്, അവരുടെ മകള് തെറ്റുകാരിയാണെന്നും തെറ്റ് ചെയ്തെന്നും ഇപ്പോഴും അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ അവളെ ഇവിടെ നിർത്തുന്നതിൽ അർത്ഥമില്ല എന്ന് ഈ ദേവയാനി വീണ്ടും പറയുന്നു. ഒരു മര്യാദയും ഒരു മനസാക്ഷിയും ഇല്ലാത്ത രീതിയിലാണ് ദേവയാനി വീണ്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ടും കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ ആദർശ് നിന്നതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് നമ്മുടെ നയന കുറേ നേരം ആദർശിനെ ഇങ്ങനെ നോക്കി. അപ്പോഴും ആദർശ് മുഖത്ത് പോലും നോക്കാതെ സൈഡിലേക്ക് നോക്കി ഇങ്ങനെ നിൽക്കുക. അങ്ങനെ യാതൊരു രീതിയിലുള്ള മര്യാദയും മനസാക്ഷിയും നയനയോട് കാണിക്കാതെ ക്രൂരത മാത്രം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന ആ കുടുംബം. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നയന എല്ലാം ഉപേക്ഷിച്ച് ആ കൊടും മഴയത്ത് അനന്തപുരിയുടെ പടി ഇറങ്ങുന്നു. ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് നവ്യം അവിടെ നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം അതാണ് ഇന്നത്തെ കഥയിൽ എന്തായാലും ഉള്ളത്. എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക്